വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കംപ്ലീറ്റ് റൊട്ടീന് മാറി മറിഞ്ഞ് കിടക്കുകയാണ്. രാവിലെയൊക്കെ താമസിച്ചെഴുന്നേൽക്കുക ഇപ്പോഴൊക്കെ അല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെയൊക്കെ എഴുന്നേറ്റു. അപ്പോൾ രാവിലെ ചായ ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളിവിടെ അൽമറായുടെ ഈ ഒരു ബോട്ടിൽ വരുന്ന പാലാണ് വാങ്ങിക്കുന്നത്. 2 ലിറ്ററിൻ്റെ പാൽ വാങ്ങിച്ചാൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. നല്ലൊരു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും പാലും വെള്ളവും തുല്യ അളവിലെടുത്തിട്ട് വേണം ചായ ഇടാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ പാൽ കൂടുതൽ നിൽക്കുന്ന അങ്ങനത്തെ ഒരു ചായയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് അത്രയും അങ്ങോട്ട് തിക്കായിട്ട് പാലിലുള്ളൊരു ചായ ഇഷ്ടമല്ല. അപ്പോൾ നമ്മളെപ്പോഴും പകുതി പാല് പകുതി വെള്ളമായിട്ടാണ് ചായ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത്തവണ നമ്മൾ ചായപ്പൊടി വാങ്ങിച്ചപ്പോഴത്തേക്ക് ഒരു പണി കിട്ടി കേട്ടോ. സിലോൺ ടീ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രീലങ്കൻ ഒരു തേയിലയാണ്. അത് ഞാൻ സാധാരണ റെഡ് ലേബലാണ് ഉപയോഗിക്കാറ്. സുരേഷൻ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്രാവശ്യം നമുക്കൊന്ന് മാറ്റി നോക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ വാങ്ങിച്ച് നോക്കിയാൽ പക്ഷേ ഒട്ടും കടുപ്പമില്ല. ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഈ ഉമിക്കരിയൊക്കെ ഇരിക്കത്തില്ലേ എന്ന് പറഞ്ഞ കണക്ക് ഒരു ഇത് മേടിച്ചു പോയില്ലേ, ഇനി ഇതെങ്ങനെയെങ്കിലും തീർക്കാതെ പറ്റത്തില്ല. ഒട്ടും കടുപ്പം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനെപ്പോഴും കട്ടൻ ചായ ആക്കിയിട്ട് അതിലേക്ക് പാലെടുത്ത് ഒഴിച്ചിട്ടാണ് അങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമ്മൾ പിന്നെ അരിച്ചിട്ട് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഊറ്റിയൊക്കെ എടുക്കും. അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു ചായ ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. നമുക്ക് ചിലർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിലൊക്കെയാണ് നല്ല തിക്കായിട്ടുള്ള കുറുകിയ ചായ, അതാണ് പറയുന്നത്. അങ്ങനത്തെ ചായയാണ് ഇഷ്ടം. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ലൈറ്റായിട്ടുള്ള ചായയാണ് ഇഷ്ടം. ഞാൻ പിന്നെ വിത്തൗട്ട് ഷുഗറൊന്നും ചേർക്കാതെയുള്ള ചായ കുടിക്കുന്നത്. സുരേഷനും ആമിയും മധുരം ഇട്ടും ചായ കഴിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും കുറച്ച് പീനട്ട് ബട്ടറും അതുപോലെ ജാമല്ല കേട്ടോ, ഈ ഒരു സംഭവം വൈൽഡ് ബ്ലൂബെറിയുടേതാണ്. നമുക്ക് ശരിക്കും ജാമ് പോലെ തന്നെ ഉപയോഗിക്കാം. പക്ഷേ ഇത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് പറഞ്ഞു. കാരണം സുരേഷിൻ്റെ ഒരു ജോർദാനി ഫ്രണ്ട് ഒരിക്കലും പനി വന്നപ്പോഴത്തേക്കും പറഞ്ഞ് ഇത് വാങ്ങിച്ചിട്ട് 2 സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ പനി മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കും ആമിക്കും അവളും എൻ്റെ കൂട്ടത്തിൽ ഹോസ്പിറ്റലിൽ വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് റൊട്ടീൻ ചെക്കപ്പ് ഉള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയത്. ശരിക്കും ആമിക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. നമുക്കല്ലേ ഈ ദോശ, ഇഡ്ഡലി, ചമ്മന്തി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം. അവർക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ആക്കുന്ന സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ബർഗർ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചായയും ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിച്ചിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. എന്തുവാണേലും നമ്മുടെ ഈ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, സാമ്പാർ, ചട്നിയൊക്കെ കഴിക്കുന്ന അത്രയും ഒരു സംതൃപ്തി എനിക്കെന്താണേലും ഇതൊന്നും കഴിച്ചാൽ കിട്ടത്തില്ല. പക്ഷേ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നേരത്ത് കുറച്ച് ലെമൺ മിൻറ്റിൻ്റെ ടാങ്ക് കൂടി കലക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് ബീഫ് എടുത്ത് ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഡീഫ്രോസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു മെത്തേഡ്. അല്ലാതെ നമ്മൾ വെള്ളത്തിൽ ഇട്ടെടുക്കുന്നത് അത് അത്ര നല്ലതൊന്നും അല്ല. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമുക്ക് നമ്പറൊക്കെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴാണ് നമ്മുടെ ടോക്കൺ വന്നത്. അങ്ങോട്ട് ഞങ്ങൾ സുരേഷേട്ടൻ കൊണ്ടാക്കി തന്നായിരുന്നു. പിന്നെ തിരിച്ച് ഡ്യൂട്ടിക്ക് പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ്സിലാണ് തിരിച്ചു പോരുന്നത്. വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ ആ ബീഫ് എടുത്ത് നോക്കിയപ്പോൾ കറക്റ്റ് ഡീഫ്രോസ്റ്റിംഗ് ഒക്കെ പക്കയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. നല്ല മെൽറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കട്ട് ചെയ്യേണ്ടി വന്നു. സുരേഷേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ആൾ ചെയ്തൊക്കെ തരും കേട്ടോ. പിന്നെ സവാള, ഇഞ്ചി, ഇന്ന് ഞാനൊരു കൊച്ചി സ്റ്റൈലിലുള്ളൊരു കറിയാണ് വെക്കുന്നത്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ചേർക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പച്ചമുളക് സാധാരണ ബീഫ് കറി വെക്കുമ്പോഴത്തേക്കും ചേർക്കാറില്ല, വെള്ളവും ചേർക്കാറില്ല, ഒട്ടും വെള്ളം ചേർക്കാതാണ് വേവിച്ചെടുക്കുന്നത്. പക്ഷേ ഇത് വേറൊരു മെത്തേഡാണ്. ബീഫിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചതച്ചെടുത്തിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മിയെടുക്കണം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മിയെടുത്തിട്ട് അത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഈ ഒരു മെത്തേഡ് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവർക്ക് 2 പേർക്കും ഗ്രേവി നന്നായിട്ട് വേണം. അല്ലാതെ ഡ്രൈ ആയിട്ടിരിക്കുന്ന അത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ഗ്രേവി അത്രയും വേണ്ടത് കൊണ്ടാണ് വെള്ളം ചേർത്ത് ഇതുപോലെ നല്ല ചാറോടുകൂടി ഒരു കറി വെക്കുന്നത്. പിന്നെ നമ്മൾ ബീഫോ ചിക്കനോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് അന്നത്തെ ദിവസം പൊറോട്ട വാങ്ങിക്കും പുറത്തുനിന്ന്. അങ്ങനെ ഒരു കോമ്പിനേഷനും കൂടെ ഉള്ളപ്പോൾ അതിനാവശ്യത്തിന് ഗ്രേവി വേണമല്ലോ. പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് അരിയെടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം ഇത് കഴുകി തിരുമ്മി എടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിരുന്നു. ഒരു 6-7 വിസിലെങ്കിലും അടിക്കേണ്ടി വന്നിരുന്നു. കുറച്ച് വേവുള്ളൊരു ബീഫായിരുന്നു. പിന്നെ എണ്ണയിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്ത് പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തതാണ്, എന്നാലും കുറച്ചും കൂടെ ചേർത്ത് ഈ ഉലുവയൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് ചെറിയ തീയിൽ, അല്ലെ പൊടി കരിഞ്ഞു പോവേ, ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുത്തിട്ട്
ഇതിലേക്ക് നമ്മൾ കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ തക്കാളിയും പച്ചമുളകും ഒന്നും ചേർക്കാറില്ല. ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണിത്. പൊടികളിലേക്ക് തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീഫ് വേവിച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരുപാട് വേണ്ട, തക്കാളി ഒന്ന് മുങ്ങി വരാനുള്ള അത്രയും വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വരുന്ന ആ ഒരു പരുവം വരെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് പറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് വെന്തിരിക്കുന്ന ബീഫ് കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള ഗ്രേവിയും കാര്യങ്ങളും ഒക്കെ കിട്ടുമല്ലോ. ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും സുരേഷിനും ആമിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ചാറോടുകൂടി എല്ലാ കറികളും ഇവിടെ ചാറോടുകൂടി വേണം. അതുകൊണ്ട് പീസൊക്കെ ചില സമയത്ത് മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പീസൊക്കെ കുറേ മിച്ചം വരും. പക്ഷേ ഇവിടെ ഗ്രേവിയാണ് കൂടുതൽ എല്ലാവരും കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പച്ചക്കായ തോരനും ബീഫ് കറിയും മാത്രം കൂട്ടിയാണ് കഴിച്ചത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ പച്ചക്കായ. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എൻ്റെ മുടിയിൽ കുറച്ച് ഹെന്ന ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഹെന്ന ഇടുമ്പോഴത്തേക്ക് ഹെന്ന പൗഡർ ഞാൻ തേയില വെള്ളം മാത്രം എടുത്തിട്ട് തേയില മാത്രം തിളപ്പിച്ചിട്ടാണ് മിക്സ് ചെയ്ത് തലേദിവസം വെക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കൂടി മിക്സ് ചെയ്ത് വെക്കും. പിന്നെ രാവിലെ ആണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മുട്ടയോ നാരങ്ങയോ തൈര് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ഞാനിവിടെ നാരങ്ങയൊന്നും ചേർക്കത്തില്ല. ഓരോ പ്രാവശ്യം ഓരോരുത്തർ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. ചിലപ്പോൾ നാരങ്ങ ചേർത്താൽ കൂടുതലും മുടി നരയ്ക്കും, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ആമി നന്നായിട്ട് എനിക്ക് ചെയ്ത് തന്നു കേട്ടോ. അവൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് കംപ്ലീറ്റ് ആദ്യം നമ്മുടെ മുടിയുടെ ഉച്ചിയിൽ നിന്ന് എടുത്ത് ചുറ്റി വന്ന് ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന ഫുള്ള് കറക്റ്റായിരുന്നു എടുത്ത്, നമ്മൾ അളവ് കറക്റ്റായിരുന്നു. ബാക്കിയെല്ലാം മുടിയുടെ മേളിലൊക്കെ തേച്ച് തന്നു. കുറച്ച് എൻ്റെ മുഖത്തൊക്കെ ഇടയ്ക്ക് തേക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷെ നന്നായിരുന്നു കേട്ടോ. അവൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഒരു മുടിക്ക് ആ ഒരു കളർ ചേഞ്ചും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിതിലേക്ക് തൈര് മാത്രമാണ് ചേർത്തത്, മുട്ടയൊന്നും ചേർത്തില്ല. മുട്ട നല്ലൊരു കണ്ടീഷണറാണ്, പക്ഷേ ഞാൻ തൈര് മാത്രമാണ് ചേർത്ത് കൊടുത്തത്. അങ്ങനെ നമ്മളൊരു 2 മണിക്കൂർ 3 മണിക്കൂറിനടുത്ത് അത് സിനിമയൊക്കെ കണ്ടിരുന്നു. പിന്നെ ഇടയ്ക്ക് എനിക്ക് വിശന്നപ്പോഴത്തേക്ക് ഒരു പഴമൊക്കെ എടുത്ത് കഴിച്ചിങ്ങനെ ഫോണൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോകാതെ വീട്ടിൽ തന്നെയാണ് ഹെന്ന ഇടുന്നത്. ഇപ്പം ആമയുള്ളത് കൊണ്ട് അവൾ എനിക്ക് ചെയ്ത് തരും കേട്ടോ. ഇടയ്ക്ക് ഞാൻ നേരത്തെ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ആരെങ്കിലുമൊക്കെ ആയിരുന്നു ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റ് ആവില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും ചെയ്ത് തരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല ചൂടായതുകൊണ്ട് പുറത്തൊന്നും ഉച്ച സമയത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഉച്ചയ്ക്ക് നമ്മൾ മിക്കവാറും ഊണ് കഴിഞ്ഞ് കുറച്ച് സമയം കിടന്ന് ഇറങ്ങും. പിന്നാണ് പുറത്തേക്ക് പോയത്. ആമയ്ക്ക് ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്രതിഭയിൽ പോയി അവിടുന്ന് ബുക്ക് എടുക്കാനായിട്ട് പോയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ആമയുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ പ്രാക്ടീസ് ഉണ്ടാവും. എന്നാലും നമ്മൾ സമാജത്തിലൂടെ കയറി അവിടെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് കുറേ സമയം വർത്താനം പറഞ്ഞത്. ഞാൻ ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടാണ് നമ്മൾ ആമയെ കൂട്ടാനായിട്ട് പോയത്. പിന്നെയും കുറേ സമയം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. മിക്ക ദിവസങ്ങളിലും ആമയെ അവിടെ കൊണ്ടാക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ പുറത്തൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരും, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. വൈകിട്ട് പിന്നെ തിരിച്ചു വന്ന വഴിക്ക് പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്ന് ബീഫ് കറി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു. അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.